ഹലോ ഗൈസ്, ഈ സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ BGMA ഒഫീഷ്യൽ ഇവന്റ് അവസാനിച്ചു. ഇനി മുതൽ BGMA തേർഡ് പാർട്ടി ഇവന്റുകളാണ് വരാനിരിക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ് നമ്മൾ സ്കൈ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ പല റൗണ്ടുകളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അപ്പർ ബ്രാക്കറ്റ് ലോവർ ബ്രാക്കറ്റ് മത്സരങ്ങളായപ്പോഴാണ് ഈ ഒരു ഇവന്റ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. മെയ് 6 മുതൽ ഇവർ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ആ ഒരു അപ്പർ ബ്രാക്കറ്റ് ലോവർ ബ്രാക്കറ്റ് മത്സരങ്ങളായിരിക്കും നടക്കാനിരിക്കുക. ആ റൗണ്ട് മുതലാണ് ഉണ്ടാവുക. അതിനുശേഷം മെയ് 17, 18 ദിവസങ്ങൾ ഇതിന്റെ ലാൻഡ് ഫൈനൽസ് നടക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകൾ ക്വാളിഫൈ ആവുന്നത്. കാരണം ഒരുപാട് ടീമുകൾ ആ ഒരു ഷഫിള് നടന്നിട്ടുണ്ട്. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ BSTയുടെ പ്ലെയറായ ആക്വനോക്സ് ലൈവിൽ വന്നപ്പോൾ ഒരു വമ്പൻ കാര്യം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ BMPS 2024 സെമി ഫൈനൽസിൽ നിങ്ങൾക്കറിയാം ലാസ്റ്റ് മാച്ചിൽ വേണ്ടിയിരുന്നു ഗോൾ ലൈക്കിന് ക്വാളിഫൈ ആകാൻ പോയിന്റ്സ്. ആ ഒരു മാച്ചിൽ ഗോൾ ലൈക്ക് അപ്പുറത്തെ കോമ്പൗണ്ടിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ഗോൾ ലൈക്കിനെതിരെ ഫൈറ്റ് എടുക്കണ്ട, ഗോൾ ലൈക്ക് ക്വാളിഫൈ ആയിക്കോട്ടെ, ഗോളിനോട് നമുക്ക് ഫൈറ്റ് എടുക്കണ്ട എന്ന് സോമരാജ് ടീംമേറ്റ്സിനോട് പറയും. അവർ ഫൈറ്റ് എടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ടീം അപ്പ് മോഡലാണ്. ഗോൾ ലൈക്ക് കൂടി അറിയുകയാണെങ്കിൽ ഇത് ടീം അപ്പ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷെ സോമരാജ് മാത്രമാണ് തീരുമാനിച്ചത്. പക്ഷെ സ്റ്റിൽ ആ ഒരു ടീം അപ്പ് ലെവൽ അല്ലെങ്കിൽ സോമരാജ് ഈ ഒരു ടീമിന് ഫേവർ കാണിച്ചു എന്നുള്ളത് വളരെ മോശമാണ്. ഈ ഒരു ഇങ്ങനത്തെ ഒരു അത് വലിയൊരു ഒഫീഷ്യൽ കോമ്പറ്റീഷനിലൊക്കെ ഇങ്ങനെ ഒരു ടീമിന് ഫേവറിസം കാണിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു അണ്ടർഡോഗ് ലൈനപ്പാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ സോമരാജ് പോയി അടിച്ചിട്ട് അവരെ പുറത്താക്കിയേനെ. ഇത് ഗോൾ ലൈക്കിനോട് അത് ഒരു അൺഫേവർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. ആൻഡ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ജോനത്തൻ ലൈവ് വന്നപ്പോൾ സോമരാജിന്റെ ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജോനത്തൻ തീരെ ഒരു മൈൻഡിലേ എടുത്തിട്ടില്ല. സോമരാജിന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്നും പറഞ്ഞു. പക്ഷെ അത് ആ ഒരു മൈൻഡിലേക്ക് എടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ജോനത്തൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ ജോനത്തൻ ഈ ഒരു BGSൽ വിൻ ചെയ്ത പ്രൈസ് എമൗണ്ട്, അതേപോലെ MVP കിട്ടിയതും ഫാൻ ഫേവറേറ്റ് കിട്ടിയ എമൗണ്ടുകളൊക്കെ ചാരിറ്റിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വലിയൊരു ഇനിഷ്യേറ്റീവ്, വലിയൊരു അനൗൺസ്മെന്റ് ആണ് നമുക്ക് ജോനത്തന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് സോൾ ലൈനപ്പിലെ വമ്പൻ ചേഞ്ചുകളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചേഞ്ചുകൾ ഉണ്ട്. അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് സോളിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. അവിടെ 2 പ്ലേയേഴ്സിന് സൗമ്യയും ഹണ്ടേഴ്സിനെയും അവർ ഒഫീഷ്യലി ഫെയർവെൽ നൽകി റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിൽ എടുത്തു പറയുന്നത് ഹണ്ടേഴ്സിനെ തന്നെയാണ്. നിങ്ങൾക്കറിയാം ഹണ്ടേഴ്സിനെ റെക്കനിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്യൂസും ബൈഔട്ട് ഇഷ്യൂസും കാര്യങ്ങളും കോൺട്രവേഴ്സി തരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്രീ ആയിട്ട് തന്നെ ഹണ്ടേഴ്സിനെ അവരെടുത്തു. അതിനുശേഷം ഇപ്പോൾ ഒരു ലാൻഡ് ഇവന്റ് കഴിഞ്ഞപ്പോഴേക്കും ഹണ്ടേഴ്സിനെ സോള് ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരു വമ്പൻ തിരിച്ചടി വേണമെങ്കിൽ പറയാം ഹണ്ടേഴ്സിനെ. അപ്പൊ സോളിലേക്ക് ഇപ്പൊ എല്ലാവരും പോകുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഒരു കരിയർ തന്നെ അവിടെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റ് ബാക്ക് ആയിരിക്കും ചിലപ്പോൾ സോളിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ കുറെ പ്ലേയേഴ്സ് റീസെന്റ് നിങ്ങൾക്കറിയാം സോള് ജോയിൻ ചെയ്ത് അവിടുന്ന് പോയിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റോണിയെയും ടീമിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ ഫാൻസ് വന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ റോണിയും നകുല് മാന്യ അവർ 3 പേരും ടീം സോളിന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഇനി ടീം സോളിൽ ആരായിരിക്കും ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് ഒരുപാട് സ്പെക്കുലേഷൻസും ഒരുപാട് ലീക്സും ആയിട്ട് നടക്കുന്നുണ്ട്. അതിലൊരു പേര് കേൾക്കുന്ന നമ്മുടെ മെഡലി സ്പോർട്സിലെ ലെജിറ്റ് ആയിരുന്നു. പക്ഷെ ഗോൾഡി ബൈ അത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ലെജിറ്റ് സോളിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം. നമുക്ക് നോക്കാം ഇനി അത് അവര് പുറത്തു വിടാതിരിക്കുകയാണോ ഇല്ലെന്ന്. എന്താ ലെജിറ്റിന് ട്രൈഔട്ട്സ് നടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഫാൻസ് അതിനെതിരാണ്. കാരണം ലെജിറ്റിന് നിങ്ങൾക്കറിയാം ടീം മായാവിയിലൊക്കെ കളിച്ച് ഒരുപാട് ഹാക്കിംഗ് അലിഗേഷൻ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അതിനുശേഷം ഒരുപാട് ലാൻഡ് ഇവന്റിലേക്ക് വന്നു. ഒരു ലാൻഡ് ഇവന്റിൽ എമർജിംഗ് പ്ലെയറായി വമ്പൻ തിരിച്ചുവരവൊക്കെ ലാൻഡ് ഇവന്റിൽ അടിപൊളി പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഹാക്കറാണെന്നോ ഹാക്കർ ആ ഒരു ലെവലിൽ പ്രൂവോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ലെജിറ്റ് ആയിട്ട് തന്നെയാണ് കളിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം മെഡൽ ആ ഒരു ലെജിറ്റ് ഇനി സോളിലേക്ക് വരുമോ ഇല്ലേ എന്നുള്ളത്. അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു പേരും കൂടി കേൾക്കുന്നുണ്ട്, ദ ബോയ് ഈസ് ബാക്ക് ടു ഹോം. നമ്മുടെ ഗോബ്ലിൻ വീണ്ടും സോളിലേക്ക് തിരിച്ച് പോകാൻ പോകുന്നു എന്നുള്ള ഇൻഫോ ആണ് കൂടുതലായിട്ടും കേൾക്കാൻ. ഏകദേശം അത് കൺഫേം എന്നുള്ള രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഗോബ്ലിൻ ബാക്ക് ടു സോൾ. അങ്ങനെയാണെങ്കിൽ ഒരു 1 ലെവലിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരിക്കും സോളിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആസ് എ ഫാൻ ബേസ് എന്ന രീതിയിലാണെങ്കിലും ഗോബ്ലിന് ഒരു നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട്. അത് ടീം സോളിന് ആ ലെവലിലേക്ക് വളർത്തും. അല്ലെങ്കിൽ ആൾറെഡി ടീം സോളിന് ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ പ്ലേയേഴ്സ് അങ്ങനെ വലിയ രീതിയിൽ ആക്റ്റീവോ കാര്യങ്ങളോ അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഡൗൺ ആയിരുന്നു. ഇപ്പൊ ഗോബ്ലിൻ കൂടി വരുന്നതോട് കൂടിയിട്ട് അതിനൊരു പമ്പപ്പ് കിട്ടുന്നതായിരിക്കും. പെർഫോമൻസിൽ എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൻഡ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് മാവിയുടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി കാണാനായിട്ട് സാധിച്ചു. കേണയുടെ പിള്ളേരുടെ കൂടെ സ്ട്രിങ്സും കാര്യങ്ങളൊക്കെ കളിക്കുന്ന അവിടെ ഒമേഗനെ ടീമിന്റെ കൂടെ കാണാനായിട്ട് സാധിച്ചില്ല. അപ്പൊ മാവി കേണയുടെ കൂടെ തിരിച്ചു വരികയാണ്. ഒമേഗ കേണയെ ലീവ് ചെയ്യാന്നുള്ള ഒരു കാര്യവും ചർച്ചകളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇൻസെനാറിനെ ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു
ഒമേഗ പോകുന്നില്ലേ, ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഫാമിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന രീതിയിൽ ഒമേഗയുടെ സ്റ്റോറി നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നോക്കാം, മാവി ഇങ്ങനെ പെട്ടെന്ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് എനിക്ക് എന്തായാലും പേഴ്സണലി തോന്നുന്നില്ല. കാരണം കുറച്ചുകൂടി ടൈം വേണം. കാരണം ലാൻ ഇവന്റ് ഇവിടെ വന്ന് അടുത്തിട്ടുണ്ട് കുറെ ഇവന്റുകൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു IGL മാറ്റി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് അറിയില്ല. കാരണം നമുക്ക് അത് നോക്കാം. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ BGMയുടെ തേർഡ് പാർട്ടി ഇവന്റുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അപ്തശ്രീ സ്പോർട്സും റൂട്ടറും കണ്ടക്ട് ചെയ്ത 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ എന്ന ഇവന്റിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് മല്ലു ടീമുകൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റോയൽ എംപറർ, എറൈ സ്പോർട്സ്, നോണെക്സ് തുടങ്ങിയ ടീമുകളുടെ ഒപ്പം നമ്മുടെ LHSും ഇതിൽ കളിക്കുന്നുണ്ട്. ക്വാളിഫൈ ആയിട്ടുണ്ട് LHS. നമ്മളുടെ ആ ഒരു മലയാളി ലൈനപ്പ്, നമ്മുടെ കാലൻസ് പയ്യോപ്പി, ആ ഒരു ലൈനപ്പ് തന്നെ ആയിരിക്കും ഇതിൽ കളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ. എന്തായാലും അവരുടെ ഒരു കംബാക്ക് തന്നെ ആയിരിക്കും. ആ ഒരു T1 ലെവലിലേക്ക് ഒരു അടിപൊളി പെർഫോമൻസ് അവർ കാഴ്ചവെക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത വിളിച്ചു ബൈ ഗൈസ്.